അങ്ങനെ ഇന്നത്തോടുകൂടി ഞങ്ങളുടെ എറണാകുളം സവാരി അവസാനിക്കാൻ പോവാം. ഇന്ന് രാത്രിക്ക് ഞങ്ങൾ തിരിച്ചു പോകും. ഇന്നലത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്നെ നന്നായിട്ട് അങ്ങ് തളർത്തിക്കളഞ്ഞായിരുന്നു. രാത്രി മുഴുവൻ ഛർദിയായിരുന്നു. അപ്പനും മോനും നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ അവരെ ശല്യപ്പെടുത്തിയില്ല. അതുകൊണ്ട് രാവിലെ ഞാനൊരു അപ്പത്തിലങ്ങ് ഒതുക്കി. 2 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോറ് തിന്നാൻ കൊതി മൂത്തിട്ട് ചോറ് കഴിച്ചത് അതാ അബദ്ധമായിപ്പോയേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും പോയിട്ടില്ല. ഇനിയിപ്പോൾ 10:45 രാവിലെ കുർബാന. അതുകൊണ്ട് നമുക്ക് റെഡിയായിട്ട് പോവാം. ഞങ്ങൾ ഇന്ന് മൊത്തത്തിൽ കാപ്പി മഴ കേട്ടോ. അബേൻ്റെ ഇന്ന് കപ്പൂച്ചി ഉടുപ്പിട്ടിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ കയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും അങ്ങ് കാപ്പി കളറാക്കി. ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ പകൽ കുർബാന കൂടാൻ പോകുന്നത്. അന്നൊക്കെ ഞങ്ങൾ ചേട്ടയുടെ ഓഫീസും കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളി എത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ആബേലിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവൻ ഉറങ്ങിക്കോട്ടെ, ഉറങ്ങി എണീക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് എണീക്കുമല്ലോ, അല്ലെങ്കിൽ നല്ല വഴക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിറച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കുറേ നേരം ക്യൂവിൽ നിന്നു. അത് കഴിഞ്ഞൊരു ചേട്ടൻ വന്ന് പറഞ്ഞു, ക്യൂ നിൽക്കണ്ട, കൊച്ചുള്ളതല്ലേ, അവിടെ പോയിട്ട് വാങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെ ഞങ്ങൾ ഒരു കഞ്ഞി ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആബേൽ നല്ല ഉഷാറായിട്ട് എണീറ്റിട്ടുണ്ട്. ആ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ കുറുമ്പും കാണിച്ച് നടക്കുന്ന കാണാൻ എന്തോ ഒരു നല്ല രസമുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞാണ് ചേട്ടായി ഹോട്ടലിൽ പോയി ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പോയത്. അവിടെ നിന്ന് ചെക്കൗട്ട് ആവണമായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു, ആരാധനയൊക്കെ കൂടി. എല്ലാത്തിനും എനിക്ക് ഈശോയോട് നന്ദി മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അന്തോണീസ് പുണ്യാളന് മാലയൊക്കെ ഇട്ടു. ഈ 3 ദിവസങ്ങൾ ഞങ്ങൾ ബുള്ളറ്റ് തന്നെയാണ് ചുറ്റിക്കൊണ്ടിരുന്നത്. ബാഗൊക്കെ കുറേ നേരം തോളത്തുണ്ടായിരുന്നു. എന്നിരുന്നാലും എല്ലാ സ്ഥലങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാം നന്ദി മാത്രമേ ഉള്ളൂ. പുണ്യാളനോട് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണേന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എടപ്പള്ളി പള്ളിയിലോട്ടാണ്. ഇത് ഞാൻ മെട്രോയിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി. അവിടുന്ന് വറ്റാത്ത കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കോരി കുടിച്ച് പിന്നെ ഞങ്ങൾ പള്ളിയിൽ കയറിയേ. നമ്മൾ ആദ്യമായിട്ട് പോകുന്ന പള്ളിയിൽ 3 ആഗ്രഹം പറഞ്ഞാൽ സാധിക്കുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞു 3 ആഗ്രഹം പറഞ്ഞു. എനിക്ക് അവിടുത്തെ സിമിത്തേരി ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടെ. കയറി ചെല്ലുമ്പോഴേ കാണാം, മനുഷ്യ നീയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പോലെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചേട്ടായുടെ ഓഫീസിലോട്ടാണ് നേരെ പോയി. അവിടെ എല്ലാവരെയും പരിചയപ്പെട്ടു. എനിക്ക് എല്ലാവരെയും അറിയാം ചേട്ടായി പറഞ്ഞിട്ട് അവിടെ. പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങൾ പണ്ട് വാടകയ്ക്ക് നിന്ന വീട്ടിലോട്ടാണ്. അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ ചേച്ചി ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ആക്കി തന്നു. പണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അവിടെ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളൊക്കെ ആ ചേച്ചി കൊണ്ടുതരുമായിരുന്നേ. ഒരുപാട് ഓർമ്മയുള്ള സ്ഥലം. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇതേ വീട്ടിലോട്ട് തിരിച്ചു പോരാൻ നിൽക്കുക. ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെറിയ തോതിലൊരു ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ഹാങ് ഓവർ വിട്ടുമാറാത്തതുകൊണ്ട് അധികം ഒന്നും തിന്നാൻ തോന്നിയില്ല. ഈ 3 ദിവസം പെട്ടെന്ന് കടന്നു പോയെന്നേ. ചേട്ടനെ നന്നായിട്ട് ഞാൻ മിസ് ചെയ്യും. അപ്പോൾ പോട്ടെ.